തീർച്ചയായും പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിധി ആശ്വാസകരം തന്നെയാണ്. പക്ഷേ നിയമപരമായ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായും ഒട്ടനവധി വസ്തുതകൾ ഇനിയും ബഹുമാനപ്പെട്ട കോടതി വിവിധ ഘട്ടങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഉണ്ടായ വിധി ആശ്വാസകരമാണ്, പ്രതീക്ഷിച്ചതാണ്. ഇതാണ് എൻ്റെ പ്രതികരണം. ഇനി ഒരു നിയമത്തിൻ്റെ വഴിയിലേക്കാണ് അല്ലേ? തീർച്ചയായും ഇനി നിയമ വഴിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തീർച്ചയായും ഈ നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി വസ്തുതകളും നിയമവും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പരിശോധിക്കുമെന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ വിധി. അതാണ് 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അന്വേഷണവുമായി നമ്മൾ സഹകരിക്കും. മറ്റൊന്ന് സ്ത്രീ എന്ന പരിഗണന നൽകണം. ഒപ്പം സതുദ്ദേശപരമായ പരാമർശമായിരുന്നു. അത്തരം ചില കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതൊക്കെ കോടതി അംഗീകരിച്ചു എന്നല്ലേ ഇതിലൂടെ തെളിയുന്നത്? കോടതി വിധി കിട്ടാത്ത സ്ഥിതിക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് പരിഗണിച്ചത് എന്ന് ഇപ്പം പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ വാദിച്ച വിവിധങ്ങളായ വശം ജാമ്യാപേക്ഷയിൽ പരിഗണിക്കേണ്ട പ്രസക്തമായ വസ്തുതകളെല്ലാം ബഹുമാനപ്പെട്ട കോടതി പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് പ്രതികരണമായി പറയാൻ കഴിയും. ജാമ്യാപേക്ഷയിലെ വാദത്തിനിടയിൽ ചില കാര്യങ്ങൾ CCTV അതുപോലെ തന്നെ ഈ സസ്പെൻഷന്റെ കത്ത് ഇതെല്ലാം തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികം അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ തീരുമാനം. ഈ നാട്ടിലുള്ള എല്ലാ ബഹളത്തിനടക്കും ചാരത്തിനടക്ക് കനൽക്കട്ട പോലെ സത്യമുണ്ട്. സത്യം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് കുറേ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിക്കാനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പി ദിവ്യയുടെ നിരപരാധിത്വം അസന്നിഗ്ധമായി തെളിയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം നിലവിലുള്ള തെളിവ് നിയമം, ഇപ്പോൾ ലഭ്യമായ ശാസ്ത്രീയ തെളിവുകൾ അടക്കം നമ്മളെ സഹായത്തിന് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ബഹളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം കൊണ്ടോ സത്യത്തെ മറച്ചു വെക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീക്ഷ്ണമായ തെളിവുകൾ, അപ്രതിരോധ്യമായ തെളിവുകൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട കോടതികൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പരിശോധിക്കും എന്നുള്ളതാണ് ഈ ഒരു വിധി കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. താങ്കൾ പറയുന്നത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കൂടി ഇനിയും പുറത്തു വരാനുണ്ട്. സ്വാഭാവികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരാനുണ്ട്. കുറേ വസ്തുതകൾ നമുക്ക് അവതരിപ്പിക്കാനുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ യഥാസമയം അവതരിപ്പിക്കും. ഏതായാലും പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജാമ്യാപേക്ഷയിലെ വിധി ആശ്വാസകരം തന്നെയാണ്. ഇന്ന് സ്വാഭാവികമായും 3 മണിയോടുകൂടി അതിൻ്റെ പകർപ്പ് കിട്ടും. ഇന്ന് തന്നെ ജയിൽ മോചിതയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നത്. അതോടുകൂടി ഇന്ന് തന്നെ ജയിൽ മോചിതയാക്കാൻ വേണ്ടിയുള്ള മോചിതയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാറേ, 2 ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഒന്ന് അന്വേഷണവുമായി പൂർണ്ണമായും കാര്യങ്ങൾ നിങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ഏത് കാര്യത്തിലായിരിക്കും കൂടുതൽ? അല്ല, അങ്ങനെ ഒരു വിധി കാണാതെ ഞാനൊരു പ്രതികരണം നടത്തുന്നത് ഉചിതമല്ല. പക്ഷേ അന്വേഷണത്തോട് സഹകരിക്കേണ്ട ബാധ്യത ഏത് പൗരനുമുണ്ട്. ഏത് പൗരനും അന്വേഷണത്തോട് സഹകരിക്കാനുള്ള ബാധ്യതയുണ്ട്. പോലീസ് സത്യം കണ്ടെത്താൻ വേണ്ടി ശ്രമമാണ് നടത്തുന്നത്. സ്വാഭാവികം ആ സത്യം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിയായി ആരോപിക്കുന്ന ആളുകൾക്കുണ്ട്. അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ആശ്വാസമുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അല്ല, അത് എല്ലാ കാര്യങ്ങളും ഇപ്പം അറിയേണ്ട കാര്യമല്ല. ഏതായാലും ഒരു കയ്യിൽ കൊള്ളുന്ന സുപ്രധാന തെളിവുകൾ ഇനിയും പരിശോധിക്കപ്പെടാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ഒരു അന്വേഷണ സംഘം ഇതെല്ലാം പരിശോധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. സ്വാഭാവികമായും ദിവ്യ ജയിൽ മോചിതയാകുന്നതോടുകൂടി നമ്മുടെ നിയമ പോരാട്ടത്തിന് പുതിയൊരു മുഖം കൈവരും എന്നിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ പൊതുസമൂഹം ഇത്ര നാളും ചർച്ച ചെയ്ത ചില വിഷയം മാത്രമല്ല, ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നും കൂടി നമുക്ക് വെളിവാക്കാൻ വേണ്ടി കഴിയും. അതല്ല ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ പി ദിവ്യയുടെ പ്രഖ്യാപനമല്ല, ഒരു വക്കീൽ എന്നുള്ള ആൾക്ക് പറഞ്ഞെന്നുള്ളൂ. അന്ന് പറഞ്ഞത് ഈ കൈക്കൂലിയുടെ സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോൺ എടുത്തത് ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങൾ അന്ന് വാദത്തിനിടെ പറഞ്ഞാണല്ലോ. കാര്യങ്ങളിലെല്ലാം കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികം നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇതിൽ എൻ്റെ വാദം നടത്തുന്ന സമയത്ത്. വളരെ ജഡ്ജിനേക്കാളും കൂടുതൽ ജാഗരൂകമായി നിങ്ങൾ ഇതെല്ലാം കേട്ടിരുന്നു. എൻ്റെ സംസാരത്തിൻ്റെ ഏത് കോണിലെങ്കിലും എന്താ പിഴച്ചു പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം
വാദഘട്ടത്തിൽ പ്രോസിക്യൂട്ടറോട് ചില കാര്യങ്ങൾ ഞാൻ തർക്കിച്ചപ്പം പ്രതിഭാഗത്തെ അടിച്ചിരുത്തിയെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശരിയാണ്. പിന്നെ ഒരു കയ്യിൽ കൊള്ളുന്ന പ്രധാന തെളിവുകളുണ്ടല്ലോ, തെളിവുകൾ വന്നു കഴിയുമ്പോൾ ഈ കേസ് ഏത് ലെവലിലേക്ക് മാറുമെന്നാണ് വക്കീൽ? അല്ല, ഞങ്ങൾ തീർച്ചയായും നിരപരാധിത്വം വെളിവാക്കപ്പെടും, ഉറപ്പായിട്ടും. വേറെ ആരെങ്കിലും പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കും. ഞാൻ അന്വേഷണ സംഘത്തിൻ്റെ തലവനൊന്നുമല്ല. ഞാനൊരു ഒരു ആരോപിതയായ ഒരാളുടെ അഭിഭാഷകനാണ്. അപ്പം സ്വാഭാവികം എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്. ഞാനങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ ശിക്ഷിക്കുന്നതുവരെ നിരപരാധിയാണെന്നുള്ള സങ്കല്പമാണല്ലോ. അപ്പോൾ ആ സങ്കല്പത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള തെളിവുകളുണ്ട് സ്വാഭാവികമായും. ഈ കളക്ടറുടെ മൊഴിയിൽ ചില ഭാഗങ്ങൾ മാത്രം വന്നു എന്നുള്ളതായിരുന്നല്ലോ അന്നത്തെ. അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ വാദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കലക്ടറുടെ മൊഴിയുടെ സാരാംശമോ വിശദവിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വാദിക്കുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന നിരീക്ഷണങ്ങളിലാണ് ഇങ്ങനെ വളരെ വളരെ തീവ്രമായ ഒരു തെളിവുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായതും അത് റെഗുലർ ബെയിൽ ആപ്ലിക്കേഷൻ സമയത്ത് ഞങ്ങളത് ഉയർത്തി കാണിക്കുകയും സ്വാഭാവികമായും അത് ഒരു സംഭവം നടന്നു, ഒരു ആരോപണം നടന്നു, അത് ഉടൻ തന്നെ ഒരാൾ പ്രതികരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. ആ സാമാന്യ യുക്തി മാത്രമേ അന്ന് ഞങ്ങൾ കോടതി മുമ്പാകെ ധരിപ്പിച്ചത്. ആ യുക്തിയെ സർവ്വരാലും അംഗീകരിച്ചു, ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു. ഇതാണ് അതിൻ്റെ കാര്യം. തീർച്ചയായിട്ടും എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, അന്വേഷണം ഒരിക്കലും ഒരു ഏകമുഖമായിട്ട് ഇങ്ങനെ പ്രതികൾക്ക് എതിരെ മാത്രമല്ല, സത്യം കണ്ടെത്തേണ്ട ശ്രമം കൂടിയാണ്. അൺവാർണിഷ്ഡ് ട്രൂത്ത് ആണല്ലോ നമ്മൾ കോടതിയിൽ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും സത്യം കണ്ടെത്താനുള്ള ശ്രമം അവരിനിയും നടത്തണം. സ്വാഭാവികമായും ദിവ്യയുടെ കയ്യിലുള്ള മറ്റ് വിശദവിവരങ്ങൾ നിങ്ങൾ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് സമർപ്പിക്കും. അത്ര കാര്യങ്ങളെല്ലാം ചെയ്യും.